ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? ഇന്ന് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഞാനൊന്ന് ഒരുങ്ങാൻ പോവാണ്. ചെറിയൊരു ഫങ്ഷനാണ്, അപ്പോൾ അതിന് ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. ഓക്കെ, കം ഓൺ. ഞാനപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഇന്ന് ഈവനിങ് ഫങ്ഷൻ ആയതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് ഫേസിൽ വളരെ ചെറിയ തോതിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. ഞാൻ ഉപയോഗിക്കാറുള്ളത് മോയ്സ്ചറൈസർ, ഒലയുടെ മോയ്സ്ചറൈസറാണ്. അത് ഇട്ട് മുഖത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി അതിനുശേഷം നമ്മളുടെ കണ്ണെഴുതുമ്പോൾ പരക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മീതെ ഒരു പൗഡർ, സെറ്റിങ്സ് പൗഡർ ഇട്ട് കൊടുത്തു. അതുമാത്രം മുഖത്തൊന്നും ഞാൻ സെറ്റിങ്സ് പൗഡർ ഇടാറില്ല. പിന്നെ കണ്ണിൻ്റെ മീതെ ഐ ഷാഡോ ഇട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ കോർണറിൽ മാത്രമായിട്ടൊരു ഗ്ലിറ്ററിങ് ഒരു ഇത് ഇട്ട് കൊടുത്തു. പിന്നെ പുരുകം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുകം ജസ്റ്റ് ഒന്ന് അതിലുള്ള പാലറ്റിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പുരുകം ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഐലൈനർ കൊണ്ട് കണ്ണെഴുതി വരണം. അത് ക്യാമറയിൽ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ പോയിട്ട് കണ്ണെഴുതി വന്നു. ഇനി ലിപ്സ്റ്റിക്ക് NYBയുടെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ മിഡ്ലൈൻഡ് ലിപ്സ്റ്റിക്കുമാണ് ഞാൻ ഇടുന്നത്. NYBയുടെ ലിപ്സ്റ്റിക്ക് ഔട്ടർ കൊടുത്തിട്ട് ഇന്നറായിട്ട് മിഡ്ലൈൻഡ് ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. പിന്നെ പൊട്ട് വെച്ചു. പൊട്ട് കുത്തിയിട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് വീണ്ടും പൊട്ടൊക്കെ വെച്ച് ഒരു കുഞ്ഞൊരു എന്താ പറയുക, ഒരു കല്ല് പൊട്ടും കൂടി കൊടുത്ത് സെറ്റായി. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി? അത് കുറച്ച് സമയം പിടിച്ചു കേട്ടോ, ആ കല്ലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് പരിപാടി മുടി കെട്ടണം. തലമുടി കെട്ടൽ ഈ പറഞ്ഞ പോലെ ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് കെട്ടിയിട്ട് വന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കമ്മലും മാലയും വള ആസ് യൂഷ്വൽ ഞാനൊരു വളയാണ് ഇടാറുള്ളൂ. പിന്നെ വാച്ച് കെട്ടി സെറ്റായി. ഫങ്ഷൻ്റെ സ്ഥലത്തെത്തി. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അവരുടെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അപ്പം അതിനായിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു ജസ്റ്റ് ഒരു കവറപ്പ് ചെയ്യാനായിട്ടൊരു വീഡിയോ എടുത്ത് അങ്ങനെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണും വരെ നമസ്കാരം.